ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ സിനിമ ഇറങ്ങി ഏകദേശം 5 ദിവസമേ ആയിട്ടുള്ളെങ്കിൽ പോലും ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾ ഈ സിനിമ കണ്ടോ? കണ്ടു. ഫസ്റ്റ് ദിവസം തന്നെ ബോംബെയിൽ നിന്ന് കാണുകയുണ്ടായി. ഗംഭീര സിനിമയാണ്. നമുക്കിതിനെ ബാലൻസ്ഡ് ആയി കാണണം, എക്സ്ട്രീം ഇന്ന് കാണരുത്. എമ്പുരാന്റെ മെച്ചം എന്തൊക്കെയാണ്? എമ്പുരാൻ മലയാളത്തിന്റെ KGF ആണ്, നമ്മളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സിനിമയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതോടൊപ്പം എമ്പുരാൻ കാണിക്കുന്ന ചില കാര്യങ്ങൾക്ക് ബാലൻസ് ചെറുതായി നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് സംശയമുണ്ട്. ഉദാഹരണം, നമ്മുടെ ഡാം പൊളിച്ച് 2 ജില്ലകളെ താഴ്ത്തും എന്നൊക്കെ ഇല്ലാതാക്കും എന്നൊക്കെയുള്ള ഹിന്ദുത്വവാദിയായ നേതാവ് പറയുന്നത് കുറച്ച് എക്സ്ട്രീമാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ശ്രീ സുരേന്ദ്രൻ എന്ന് പറയുന്ന കെ സുരേന്ദ്രന്റെ അല്ലെങ്കിൽ നമ്മുടെ സുരാജേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ 1-2 ഡയലോഗുകൾ അനാവശ്യമാണത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് ഓവറായിപ്പോയി. പക്ഷെ സിനിമ ആകെ മൊത്തം വളരെ ഗംഭീരമാണ്. അപ്പൊ സിനിമയുടെ വിവാദങ്ങൾ വന്നപ്പോൾ മോഹൻലാൽ സാറ് ഇടപെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ BJP RSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ ഒരു സമവായത്തിലേക്ക്, ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല. എന്നാൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് എല്ലാവരെയും കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശ്രീ മുരളി ഗോപി അദ്ദേഹം കുറെ കൂടെ സ്ട്രോങ് ആയ നിലപാടെടുത്ത് താൻ അത് ഷെയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ വൈവിധ്യങ്ങളാണ്. ഇതിന്റെ കൗതുകം കൂടി നമ്മൾ മനസ്സിലാക്കണം. പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സുകുമാരൻജി BJP ആണ്. നരേന്ദ്രമോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ്. നമ്മുടെ മുരളി ഗോപിയുടെ അച്ഛൻ ഭരത് ഗോപി ഔദ്യോഗികമായി BJP മെമ്പറാണ്. പക്ഷെ 2 മക്കളും BJP വിരുദ്ധ രാഷ്ട്രീയമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ മനോഹാരിതയും ആരോഗ്യപരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ്. സന്ദേശം സിനിമയൊക്കെ പോലെ. അതിനപ്പുറം ആരെയും വീട്ടിലിരിക്കുന്നവരെ ചീത്ത വിളിക്കരുത്, അപഹസിക്കരുത്, അവമാനിക്കരുത്. അതൊക്കെ വളരെ മോശമാണ്. അതൊക്കെ വളരെ നിലവാരം കുറഞ്ഞതാണ്. പൃഥ്വിരാജിന് ISISുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു ചുമ്മാ പറയുന്നതാണ്. അതിനൊന്നും ഒരു അർത്ഥവുമില്ല. പൃഥ്വിരാജിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം, പക്ഷെ പൃഥ്വിരാജ് എന്ന വ്യക്തിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും കുടുംബത്തെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുതന്നെയാണ് ഈ സിനിമയെ തന്നെ കാണണം എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു വലിയ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് കേരളം ഇതിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യം കൂടിയില്ലേ? അത് വെറുതെ പറയുന്നതാ. സിനിമയെ കാണണമെന്ന് പറയുന്നത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ്. സിനിമയിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റോ രാഷ്ട്രീയമോ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? ഇത് കേൾക്കുന്ന BJP RSകാർ എന്ത് ചെയ്യണം? ഉണ്ടായിരുന്നു വീട്ടിൽ പോകും. അപ്പൊ അവർക്കും പ്രസന്റ് ചെയ്യാനും അവർക്കും ഒരു മറുവാദം ഉണ്ടാവില്ലേ? അവരത് റേസ് ചെയ്യണം. ഇപ്പൊ ഇതിൽ ഗുജറാത്ത് കലാപം കാണിച്ചിട്ടുണ്ട്, ഒരു തെറ്റുമില്ല. ഗുജറാത്ത് കലാപത്തിൽ ബിൽക്കിസ് ബാനു എന്ന പ്രഗ്നന്റ് ആയ സ്ത്രീ അടക്കം റേപ്പ് ചെയ്തു എന്നുള്ള സത്യമാണ്. എന്നാൽ ഗോത്ര വേണ്ട രീതിയിൽ കാണിച്ചിട്ടുമില്ല. അപ്പോ ബാലൻസ് ആണല്ലോ ഒരു രാജ്യത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അതിന്റെ ബാലൻസിലാണ്, സമവായത്തിലാണ്, സന്തുലനത്തിലാണ്. കുറെ കൂടെ ബാലൻസ്ഡ് ആയി കാണിക്കായിരുന്നു. ഈ സിനിമയിൽ ഒരു നല്ല BJP RSകാരനെ പോലും കാണിച്ചിട്ടില്ല. എല്ലാവരും മോശമെന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് ശരിയാണോ? ഉദാഹരണം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതാണ്, നിരപരാധിയാണെന്ന് കോടതികൾ പറഞ്ഞതാണ്. അപ്പൊ നരേന്ദ്രമോദി ഒന്ന് നന്നായി കാണിക്കായിരുന്നില്ലേ? നരേന്ദ്രമോദി അറിയാതെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് കാണിക്കായിരുന്നില്ലേ? അപ്പൊ എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? നേരെ തിരിച്ച് പൃഥ്വിരാജിനെയും പൃഥ്വിരാജിന്റെ വീട്ടുകാരെയും എല്ലാം അർബൻ നക്സലെന്നോ മോശക്കാരെന്നോ അല്ലെങ്കിൽ മറ്റേ ISISന്റെ ആൾക്കാരെന്നോ ഒക്കെ വിളിക്കുന്നതും അതേപോലെ തന്നെ അപലപനീയമാണ്. കുറെ കൂടെ ബാലൻസ് നമ്മൾ ഈ വിഷയങ്ങളെ കാണാൻ പഠിക്കണം. ഇതിലിപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നമുക്കറിയുന്ന പോലെ മേജർ രവി മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തോണ്ട് മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞതല്ല, അല്ലെങ്കിൽ മോഹൻലാൽ ഈ കഥ മുഴുവൻ അറിയില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരികയും അതിനെ തുടർന്നും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവിടെയാണ് ഒരു അമ്മ പ്രതികരിക്കുന്നത് നമ്മളെല്ലാം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയാണ് കേൾക്കേണ്ടത്. ശ്രീമതി മല്ലികാ സുകുമാരൻ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം മേജർ രവി മോഹൻലാലിന്റെ സുഹൃത്തു കൂടെയാണ്. മോഹൻലാലിനെ ഒരുപാട് പേര് ആക്രമിക്കുമ്പോൾ മേജർ രവിക്ക് മോഹൻലാലിനെ പ്രതിരോധിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. ഇപ്പൊ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ പദവി എടുത്തു മാറ്റം എന്നൊക്കെ പറയുമ്പോൾ മേജർ രവി സാറിന് വിഷമം തോന്നിക്കാണും. ആ വിഷമത്തിൽ നിന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ നേരെ തിരിച്ച് പൃഥ്വിരാജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ മല്ലികാ സുകുമാരൻ മാഡത്തിന് വിഷമം തോന്നും. ഇതെല്ലാം ഒരു കുടുംബത്തിനുള്ളിൽ നടക്കുന്നതാണ്, നമ്മൾ മറക്കരുത്. ഇത് ആരും ആരുടെയും ശത്രുവല്ല. മല്ലികാ സുകുമാരൻ മേജർ രവിയുടെ ശത്രുവല്ല, മേജർ രവി മല്ലികാ സുകുമാരന്റെയോ പൃഥ്വിരാജിന്റെ ശത്രുവല്ല. ഇവരെല്ലാം ഒരേ കുടുംബവും പരസ്പരം കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നവരാണ്. പക്ഷേ ചിലർക്ക് വേദനയുണ്ടായി, വിഷമമുണ്ടായി, തർക്കമുണ്ടായി. അതൊരു കുടുംബത്തിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇടപെടണം. ആരെയും കൂട്ടി തല്ലിക്കാനല്ല, എല്ലാവരെയും കൂട്ടി ഇണക്കി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.